കടൽ മാർഗം ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്കുള്ള യാത്രാ സർവീസിന് ഇന്ന് ഔദ്യോഗികമായി തുടക്കമായി. ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ ഫെറി സർവീസ് ഖത്തറിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രതിദിനം 2 സർവീസാണ് ഉണ്ടാവുക. ബഹ്റൈനിലെ സദാ മറീനയെയും ഖത്തറിലെ അൽ റുവൈസ് തുറമുഖത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ജന്യ ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായത്തിനാണ് ബഹ്റൈനിൽ നിന്ന് തുടക്കമായിരിക്കുന്നത്. ബഹ്റൈനെയും ഖത്തറിനെയും കടൽമാർഗം ബന്ധിപ്പിക്കുന്ന ഫെറി സർവീസിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ബഹ്റൈൻ സമയം 9 മണിയോടെ ബഹ്റൈനിലെ സാദാ മരീനയിൽ നിന്ന് ആരംഭിച്ച ഫെറി സർവീസ് രാവിലെ 10 മണിയോടുകൂടി ഖത്തറിലെത്തിയിരിക്കുകയാണ്. ബഹ്റൈനെയും ഖത്തറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ കടൽമാർഗം ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ യാത്രാ സർവീസാണിത്. സാധാരണഗതിയിൽ ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ അത് കരമാർഗം സൗദി വഴി ആയിരിക്കും. സൗദി കണക്ട് ചെയ്ത് അവിടുന്ന് ഖത്തറിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതിന് ഏകദേശം 5 മണിക്കൂറിലധികം സമയമെടുക്കും. എന്നാൽ ഇവിടെ സമുദ്രപാതയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റുമാണ് നമുക്ക് ആകെ സമയം വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മാറ്റത്തിന് കൂടിയാണ് തുടക്കമിടുന്നത്. എന്തുതന്നെയായാലും ഫെറി സർവീസിലേക്ക് വരികയാണെങ്കിൽ 30 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫെറി സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു ദിവസം ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ദിവസം 2 ഷെഡ്യൂളുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്കും അതേപോലെ തന്നെ രാത്രി 8 മണിക്കുമായിരിക്കും ബഹ്റൈനിൽ നിന്നും ഖത്തറിലേക്കും അവിടെ നിന്ന് തിരിച്ചും സർവീസ് ഉണ്ടാവുക. ഇത് സംബന്ധിച്ച ടിക്കറ്റ് നിരക്കും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ ടിക്കറ്റ്, അതായത് എക്കണോമി ക്ലാസ്സിന് 26 ദിനാറും അപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്ക് 36 ദിനാറുമാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഇക്കാര്യം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇത് ആദ്യഘട്ടമെന്ന നിലയിൽ ബഹ്റൈനും ഖത്തറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവീസ് ആയിരിക്കും. അതിനുശേഷം ഇത് GCCയിലാകെ വ്യാപിപ്പിക്കും. മറ്റ് GCC രാജ്യങ്ങളുമായും സമുദ്രപാതയിലൂടെ സഞ്ചാരം യാഥാർത്ഥ്യമാക്കും എന്ന തരത്തിലാണ് ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആദ്യഘട്ടത്തിൽ ഈ ആദ്യത്തെ ഒരു 2 ആഴ്ചയോളം GCC പൗരന്മാർക്കായിരിക്കും ഈ സർവീസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാനാവുക. പിന്നീട് അത് പ്രവാസികൾക്കുൾപ്പെടെ മറ്റ് ബഹ്റൈനിലെയും ഖത്തറിലെയും മറ്റ് വിദേശ വിസയുള്ള ആൾക്കാർക്കും സഞ്ചരിക്കാവുന്ന തരത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിസ സംബന്ധിച്ചും മറ്റ് ഓണറേബിൾ വിസ സംബന്ധിച്ചുമൊക്കെ കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഔദ്യോഗികമായി ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്കുള്ള ഫെറി സർവീസിന് തുടക്കമായിട്ടുണ്ട്.